വളരെ രുചികരമായതും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സൂപ്പർ അറബിക് റൈസാണിത്. അപ്പോൾ ആ ഒരു മല്ലിയില ചട്നിയും അതിൻ്റെ ഒപ്പം തന്നെ ഗാർലിക്കിൻ്റെ ചെറിയ ലൈറ്റ് ഫ്ലേവറുള്ള തൂമും ഒക്കെ ആയിട്ട് നല്ലതായിട്ട് വെന്ത ആ ഒരു റൈസും ആ ഒരു പീസും ഒക്കെ ചേർത്തിട്ട് ഇത് കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. വെൽക്കം ടു സീനാസ് കോർണർ. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കബാലിയത്ത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ടിവിടെ ബസ്മതി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ലോങ് ഗ്രെയിൻ റൈസാണ്. ഞാനിവിടെ ഇപ്പോൾ 2 കപ്പ് മെഷറിംഗ് കപ്പിൻ്റെ 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. അത് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് കുറച്ചേറെ വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഏകദേശം 1 മണിക്കൂറോളം കുതിർക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വെന്ത് കിട്ടുക തന്നെ ചെയ്യുള്ളൂ. ഇനി ഇതിനായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ടിവിടെ 1/2 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ബീഫ് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് ബീഫിൻ്റെ കൂട്ടത്തിൽ തന്നെ 1.5 ടീസ്പൂൺ അളവിൽ അറബിക് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കപ്സ മസാലയാണ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ആണ്. ബീഫിൻ്റെ ക്യൂബ് കിട്ടുന്നവർ അത് ചേർത്ത് കൊടുക്കാം. ഒരു ചിക്കൻ ക്യൂബിൻ്റെ പകുതി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും അതിൻ്റെ കൂടെ തന്നെ ഒരല്പം ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, വെളുത്തുള്ളി ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും മതി. ഇത്രയും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതും കൂടി ഈ കൂട്ടത്തിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച്, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളമില്ലാതെ തന്നെ ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങി വരുന്നതാണ്. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് വെന്തിട്ട് ആ വെള്ളം വറ്റിച്ചെടുക്കാൻ കുറേയേറെ സമയം വെച്ചിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നല്ല കുക്കറാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാതെ തന്നെ ചെയ്യാവുന്നതാണ്. അതല്ല, ഒരല്പം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 2-3 സ്പൂൺ ജസ്റ്റ് ആ ഒരു മിക്സി ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് ആ ഒരു വെള്ളം മാത്രം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 5-6 വിസിൽ വരെ നന്നായിട്ട് കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇറച്ചി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 3 സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കിലോ ബീഫിൻ്റെ അളവാണ് ഈ പറയുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കിന് ആ സവാളയും പതുക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഇതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ അളവിൽ കപ്സ മസാല കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ ഒരു സവാള ഒരുപാട് ഇങ്ങനെ ബ്രൗൺ നിറമൊന്നും ആകാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കിനും ഇതുപോലെ പൊടികൾ ചേർത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇത് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി കൂടി ചേർത്ത് കൊടുക്കാം. അതിൽ ചാറ് ആയിട്ടാണ് നമുക്ക് വെന്ത് കിട്ടുന്നതെങ്കിൽ ആ ചാറോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് ആ ചാറ് കിടന്നൊന്ന് വറ്റിയെടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതേ ഉള്ളൂ. അപ്പോൾ ഇറച്ചി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് അടച്ചു വയ്ക്കാം. എനിക്ക് തീരെ വെള്ളമില്ലാതെയാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് മാത്രമേ ഞാൻ അടച്ചു വെച്ച് വേവിക്കുന്നുള്ളൂ. നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു മസാലയും എല്ലാം ഈ ഒരു ഇറച്ചിയിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ചു വയ്ക്കുന്നത്. ഇപ്പോൾ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ബീഫിലേക്ക് പിടിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു സമയത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ നെയ്യ്, നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ പിടിച്ച ഈ ഒരു ബീഫിലേക്ക് 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും 1 ക്യാരറ്റിൻ്റെ പകുതി ഇതുപോലെ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞതും കൂടി
ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ക്യാപ്സിക്കവും ക്യാരറ്റും ചെറുതായിട്ട് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ ഇതിങ്ങനെ ഈ കൂട്ടത്തിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാടങ്ങ് വെന്ത് അത് ഉടഞ്ഞു പോകുന്ന രീതിയിൽ എടുക്കണ്ട. ജസ്റ്റ് അതൊന്ന് വെന്ത് കിട്ടുക മാത്രം. ഒരു ആവി കയറുമ്പോഴത്തേക്കിനും ഒരു ചെറുതായിട്ടൊന്ന് വേകുമല്ലോ, അത്രയും മാത്രം പരുവത്തിന് കിട്ടിയാൽ മതി. അപ്പോൾ ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ആ ഒരു ക്യാപ്സിക്കവും ക്യാരറ്റും ഒക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാട് കൂടുതൽ വേകേണ്ട ആവശ്യമില്ല. ഒന്ന് വാടി കിട്ടിയാൽ മതി. ഈ കാണുന്ന ഒരു പരുവത്തിന് ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ബീഫും ഒരു മസാലയും ക്യാപ്സിക്കത്തിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ ടേസ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് നല്ല അടിപൊളി മണമൊക്കെ ആയിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അരമുറി നാരങ്ങാനീരും ഒരു ചെറിയൊരു ബഞ്ച് മല്ലി കുഞ്ഞതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കബാലിയത്തിൻ്റെ മസാല റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ റൈസും കൂടെ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നന്നായിട്ട് ഈ ഒരു പീസസിൽ ഈ അരപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് ഇരിക്കും. അപ്പോൾ ഇതിനെയും നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ഈ ബാക്ക്ഗ്രൗണ്ടിലൊരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് ടി വിയിൽ കുട്ടികൾ കാർട്ടൂൺ കാണുന്നതാണ്. ഓബോ ചാമ എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂൺ. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാർട്ടൂണാണ്. അതിൻ്റെ സൗണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. അത് കണ്ടിട്ടുള്ള ചിരിയൊക്കെയാണ് ഈ ഇടയ്ക്ക് കേൾക്കുന്നത്. ഇനി നമുക്ക് കബാലിയത്തിൻ്റെ റൈസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്കായ, ഒരു 3 ഗ്രാമ്പു ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനും റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 കപ്പ് അളവിലാണ് റൈസ് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കാരണം 4 കപ്പ് അളവിൽ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കറക്റ്റ് 1:2 റേഷ്യോയിലാണ് നമ്മളിതിന് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് അരമുറി മാഗിയുടെ ക്യൂബ്, ചിക്കൻ ക്യൂബാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ അളവിൽ കബ്സ മസാല, അതിൻ്റെ കൂടെ തന്നെ ഒരല്പം നെയ്യ്, ഏകദേശം 1/2 മുതൽ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് നമ്മൾ കുതിർത്ത് വാരി വെച്ചിട്ടുണ്ടായിരുന്ന അരി ഇട്ട് കൊടുക്കാം. ഏകദേശം 3/4 മണിക്കൂറോളം കുതിർത്ത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരിയാണ് ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്നത്. നെയ്ച്ചോറിനൊക്കെ എടുക്കുന്നത് പോലെ തന്നെ വറ്റിച്ചെടുക്കുന്ന ഒരു രീതി തന്നെ ചെയ്തെടുക്കുന്ന റൈസാണ് ഇതും. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അരിയുടെ വേവ് അനുസരിച്ചിട്ട് എത്ര നേരം കുതിർക്കണം എന്നുള്ള ആ ഒരളവിൽ കുതിർത്തിട്ട് അതിനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ തുറന്ന് വെച്ച് വേവിക്കാം. ഒരല്പ നേരം കൊണ്ട് തന്നെ ഈ വെള്ളം വറ്റി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള അരിയുടെ അതേ ലെവലിൽ ആയി കിട്ടുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ടാണ് വെള്ളം വറ്റി അരിയുടെ ലെവലിൽ ആയിട്ടുള്ളത്. ഇനി ഫ്ലെയിം ലോയിലേക്ക് മാറ്റിക്കൊണ്ട് അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. തീ നന്നായി കുറച്ച് വെച്ച് അടച്ച് വെച്ചിട്ട് ഏകദേശം 10 മുതൽ 12 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അത് കഴിയുമ്പോൾ ഈ കാണുന്ന രീതിയിൽ നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ടുള്ള റൈസ് നമുക്ക് കിട്ടുന്നതാണ്. ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ വീണ്ടും നനവുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ മസാല ചേർക്കുന്നുണ്ട്.
അതിനുശേഷം ഒരു 15 മിനിറ്റും കൂടെ അടച്ചു വെച്ചിരുന്നാൽ മതി, വെള്ളം വലിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ള റൈസിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബീഫ് മസാലയിൽ നിന്ന് കഷ്ണങ്ങളൊന്നുമില്ലാതെ മസാല മാത്രമായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു മസാല നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് സെറ്റാവാനായിട്ട്, ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഒരു 15 മിനിറ്റ് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്, ഫ്ലെയിം ഒന്നുമില്ലാതെ. ഇപ്പോൾ എൻ്റെ റൈസ് നല്ലതായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും വളരെ ഈസിയാണ് നമ്മൾ ഈ ഒരു കബാലിയത്ത് റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ടും. അതുപോലെ സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്ന ആ ഒരു ഫ്ലേവർ അല്ലതാനും, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, ഒരു ഡിഫറെൻറ്റ് അറബിക് ഡിഷാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറബിക് റൈസാണിത്. അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും ഒരുപാട് പാത്രങ്ങളൊന്നും അഴുക്കാവാതെയൊക്കെ നമുക്ക് വളരെ സ്പെഷ്യലായിട്ടും ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നന്നായിട്ട് റെഡി ആയിട്ടുള്ള റൈസ് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് ഫുള്ളായിട്ട് വിളമ്പുക. എന്നിട്ട് അതിന് മുകളിലേക്കാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ടിട്ട് സെർവ് ചെയ്യുന്നത്. ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ അതിഥികളൊക്കെ വരുമ്പോൾ അവരുടെ മുന്നിലേക്ക് നമ്മുടെ കബാലിയത്ത് എന്നുള്ള ഈ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റൈസ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ടുള്ള പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാനും എളുപ്പമാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ മന്തിയുടെയും ഒക്കെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്ന സൈഡ് ഡിഷുകളെല്ലാം തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോമ്പിനേഷൻസാണ്. അപ്പോൾ നല്ല വെന്തിട്ടുള്ള ആ ഒരു റൈസും നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുള്ള ഒരു പീസും ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റി ആയിട്ടാണ് ഈ ഒരു മല്ലിയില ചട്നിയും അതുപോലെ തന്നെ ഗാർലിക് തൂമും ഒക്കെ ആയിട്ടുള്ളൊരു കോമ്പിനേഷനിൽ ഈ ഒരു റൈസ് കഴിക്കുമ്പോഴത്തേക്കിനും നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണിത്. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ ആർക്കെങ്കിലും ഈ ഒരു തൂമിൻ്റെയും ഈ ഒരു മല്ലിയില ചട്നിയുടെയും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ മതി, ഞാനത് ചെയ്യുന്നതാണ്. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അപ്പോൾ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഫ്രണ്ട്സിന് ഷെയറും ചെയ്യുക. Thank you.